ജ്യോതിഷപ്രകാരം ഓരോ നക്ഷത്രക്കാർക്കും ഓരോ പ്രത്യേകതകളാണുള്ളത്. ഏറെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന നക്ഷത്രക്കാരുണ്ട്. എന്നാൽ ഈ നവംബറിൽ ഭാഗ്യം തേടിയെത്തുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഇവർക്ക് കോടീശ്വര യോഗം ഇവരെ തേടിയെത്തും, ഭാഗ്യം കടാക്ഷിക്കും. അത്തരത്തിൽ ഒരു നക്ഷത്രമാണ് പൂരുരുട്ടാതി. ഈ നക്ഷത്രക്കാർക്ക് ഏറ്റെടുക്കുന്ന ജോലികളെല്ലാം മുടക്കം കൂടാതെ നടക്കും. ഇവർക്ക് കാര്യഗ്രഹണശേഷി ഉണ്ടാകും. സമൂഹത്തിൽ അംഗീകാരം, ആദരവ് എന്നിവ ലഭിക്കും. ഉത്തരവാദിത്വമുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുകയും സർക്കാർ ബന്ധത്തിലുള്ള തൊഴിൽ ലഭിക്കുകയും ചെയ്യും. ഓഫീസ് ജോലികളിൽ മേലധികാരികളുടെ പ്രശംസ കിട്ടും. കുടുംബപരമായി സൗഖ്യവും ധനലാഭവും ഇവർക്കുണ്ടാകും. ബിസിനസ് രംഗത്ത് പുരോഗതി, ലോട്ടറി, ചിട്ടി തുടങ്ങിയവയിലൂടെ ധനവരവ് ഇവർക്ക് ലഭിക്കുന്നതാണ്. ആരോഗ്യ പ്രതിസന്ധി ഇല്ലാതെയാകും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. ജീവിതത്തിൽ അനുകൂലപരമായ പല മാറ്റങ്ങളും ഉണ്ടാകും. അടുത്ത നക്ഷത്രമാണ് മകം. ഇവർക്ക് ജീവിതത്തിൽ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ സംഭവിക്കും. ധനലാഭം, രോഗശാന്തി എന്നിവയുണ്ടാകും. സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ചയുണ്ടാകും. ഇവർക്ക് സ്വന്തമായി വാഹനം വാങ്ങാനുള്ള യോഗമുണ്ട്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നുചേരും. കർമ്മരംഗത്ത് പുരോഗതി, സമൂഹത്തിലെ അംഗീകാരം, ആദരവ് എന്നിവ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രമാണ് ചോതി. ചോതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ പല കാര്യങ്ങളും ഇവരെ തേടിയെത്തും. അന്യദേശത്ത് പോകാനുള്ള പരീക്ഷകൾ ജയിക്കും. കാര്യവിജയം തേടി ഭൂമിലാഭമുണ്ടാകും. സ്വർണ്ണ വസ്ത്രാഭരണങ്ങൾ ലഭിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ഉപരിപഠനത്തിന് വിദേശത്ത് പോകാൻ അവസരം കിട്ടും. കർമ്മരംഗത്ത് അഭിവൃദ്ധിപ്പെടും. സ്ത്രീകൾ കർമ്മരംഗത്ത് കൂടുതൽ ശോഭിക്കും. അടുത്ത നക്ഷത്രമാണ് അത്തം. അത്തം നക്ഷത്രക്കാർക്ക് ധനലാഭവും ഉയർച്ചയും ഉണ്ടാകുന്നു. തൊഴിലിൽ സ്ഥാനക്കയറ്റം കിട്ടുകയും ശത്രുക്കളെ പരാജയപ്പെടുത്തി കാര്യവിജയം നേടുകയും രോഗശാന്തി ലഭിക്കുകയും ചെയ്യും. ലോട്ടറി, ചിട്ടി തുടങ്ങിയവയിൽ നിന്ന് ധനവരവുണ്ടാകും. കലാകാരന്മാർക്ക് നല്ല സമയമാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റം എന്നിവയുണ്ടാകുന്നു.